ഇവരെ കൊണ്ട് എൻട്രികളിലെല്ലാം അങ്ങോട്ട് പോകുന്നത് പിന്നെ പറഞ്ഞ ഹൈറ്റ് ഒരു വേറെ റേഞ്ചിലൂടെ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കേട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. നമുക്ക് വീട്ടിലെ OTT വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അജിബപ്പൻ ഫാൻസ് അസംബിൾ ചെയ്യാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മലയാളത്തിൽ 100 കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ളൊരു പടമാണ്. 100 മേളിൽ അടിച്ചു കയറാൻ ഒരു പടമാണ്. ജോസിയെ വിളിച്ചിട്ട് കേട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്നും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ തിരിച്ചു വരവ് തന്നെയാണ് അല്ലേ? ഇല്ല, തിരിച്ചു വരാൻ രാജ്യത്തിനും പിള്ളേരൊന്നും നമ്മുടെ പറ്റാതില്ല. എവിടെ പോകാനും ഓരോ ക്യാരക്ടേഴ്സിനും അതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ചിത്രങ്ങളാണ്. ആ ഒരു പ്രാക്ടീസ് അടുത്തൊരു പാർട്ടിയോട് ഞാൻ പറയാൻ പലരും വിഷമത്തുണ്ട്. അതിന് അത്രയും ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നൊരു ക്യാരക്ടർ ഒരുപാട് ഓളം ഉണ്ടാക്കിയ ഒരു സിനിമ. ഇനിയും ആൾക്കാരുടെ ഇടയിലേക്ക് ഓളം കൂടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. തീർച്ചയായും ഞാനിപ്പോ പടത്തില് പാർട്ടിയുടെ വർക്ക് ചെയ്യുന്നെങ്കിൽ എന്റെ ഫാമിലിയിൽ ചെയ്ത വർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത്രത്തോളം ഹാപ്പിയാണ്. കാരണം ഞാൻ തുടക്കം തന്നെ അടിയപ്പേര് കൂട്ടമണി ചെയ്താണ് എന്റെ സിനിമയിലോടുള്ള തുടക്കം. പേടഗ്രിപ്പ് ഇറക്കി ആട് കഴിഞ്ഞ് ഏഷ്യാനെറ്റുള്ള പല ചാനലുകളിലും ഭയങ്കര ഹൈപ്പ് കയറിയിരിക്കുന്നത്. അതായത് ഈ വർഷം വാല്യുള്ള ഒരു പടത്തിൽ ഒന്നാണ് അടിയപ്പേര് കൂട്ടം. തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി ഞാൻ വെരി ഹാപ്പി. ഉണ്ട്, എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരിക്കും, സെക്കൻഡ് ഹാഫ് ഒന്നും പറയാം. വിനായകന്റെ കൊലത്തൂക്കം, വിനായകൻ കേട്ടിൽ എല്ലാവരും ഒന്നും പറയാം. ഫുള്ള് കോമഡി അല്ല, മാസലെവൻസുണ്ട്, എല്ലാം ഉണ്ട്. ലോജിക്ക് മാറ്റി വെച്ചിട്ട് കാണുന്നു. ലോജിക്ക് കുറച്ചൊന്നും മാറ്റി വെച്ചിട്ട് കണ്ടായിരിക്കും കത്തിക്കൽ സാധനം. ഫാസ്റ്റ് വർക്കൗട്ട് ആവുന്നത് തന്നെയാണ്. പക്ഷെ അത് നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഡ്യൂസാറും അതൊക്കെ അടിപൊളിയാണ്. മ്യൂസിക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. മ്യൂസിക്കാണ്. അതെല്ലാം അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏത് തരം ആൾക്കാർക്ക് വന്ന് കാണാൻ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം അടിപൊളിയാണ്. ഞാൻ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന്റെ പേരോടുകൂടി നിർത്തിയേക്കാം. ഓവർ എക്സസൈസ് ലാസ്റ്റ് ക്ലൈമാക്സ് വെഞ്ച് പണി ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങളാണ്. അത് നമ്മളെ മറ്റേ ആടിക്ക് പോലെ ആരുടെ എടുത്തു പറയില്ല. എല്ലാവരും പൊളിയാണ്. എത്ര ഒരു 10 മിനിറ്റേക്കാണ് ക്യാമറ മാതാവ് പോലും എല്ലാവരും വീട്ടിലേക്ക് അത് എങ്ങനെയാണ് പോവാൻ കണ്ടില്ല. കോമഡി വർക്കാണ് എവിടെ റീച്ച് ആയിട്ടില്ല. സിനിമയില് ഇൻട്രോ ബുക്ക് ചെയ്ത് സാധാരണ സ്വീകരണമായിരുന്നു. എല്ലാവരും ഇൻട്രോ പൊളിയായിരുന്നെങ്കിൽ അതൊരു പ്രത്യേക ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു ഫണ്ടാണ് ആൾക്കാരുടെ കൂടെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ആസ്വദിച്ച് ആ ഒരു വഴി വെച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ. എല്ലാവർക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്ത് ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഒരു പ്രധാനമായിട്ടും തോന്നി. പിന്നെ ഇതൊരു രണ്ട് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടൈം ട്രാവലും ടൈം ലൈനിൽ വ്യത്യസ്ത ടൈം ലൈനിൽ കൂടെ ഫിക്സ് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ ലോജിക്കില്ല അങ്ങനെ ലോജിക്ക് ഉണ്ട്. ആ ഒരു ഇതാണ്. പിന്നെ ഇതൊരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. ആണോ